ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ കണ്ടു, ഗംഭീര സിനിമ, പക്ക ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷനോടെ പറയുന്നത് ഗംഭീര ഫിലിമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു, അങ്ങനെ ഒരു ഫിലിം തന്നെ. അപ്പം ചോദ്യം ഇതാണ്, ഇപ്പം താങ്കൾ ഇപ്പം മഞ്ഞുവൽ ബോയ്സ് ആയാലും ജാനമൻ ആയാലും ഇപ്പോൾ അത് തിയേറ്ററിൽ ഓൾറെഡി പ്രേക്ഷകർ സ്വീകരിച്ച അല്ലെങ്കിൽ ആ ഒരു എന്താ ഒരു ഓൾറെഡി ഒരു എക്സ്പെക്ടേഷൻ ലെവൽ മീറ്റ് ചെയ്ത ഒരു സിനിമകളാണ് അതൊക്കെ. താങ്കൾ വിചാരിച്ച വേണമെങ്കിൽ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് നിലനിർത്തി വേണമെങ്കിൽ പോലും ചെയ്യാൻ പറ്റും. എന്നാൽ ടൊവിനോ ചേട്ടൻ, ജി പോൾ ചേട്ടൻ അങ്ങനെ പോലെ കുറച്ച് സ്റ്റാർസ് മാത്രമല്ല ബാക്കി എല്ലാം പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെയ്യാന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടാസ്ക് കൊണ്ട് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു 50-50 ചാൻസ് ആണ്. എന്തായിരുന്നു ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു ഇത്? ഈ സിനിമ ചെയ്യാനുള്ള പ്രചോദനവും ധൈര്യവും ഇതിന്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. ഇതിന്റെ സ്ക്രീൻ പ്ലേ ഞാൻ ജിത്തുവിനെ നിന്ന് കേട്ടപ്പം ഇത് എങ്ങനെ ചെയ്താലും വളരെ നല്ല രീതിയിൽ വരുന്ന ഒരു കഥയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ടൊവിനോ ജീനെല്ലാം എന്താ പറയുക, ലൈക്ക് they also trusted in the story and came without much doubts and thank you for that. എന്താ പറയുക, ഈ സിനിമയുടെ കഥ തന്നെയാണ് ഇതിന്റെ ധൈര്യവും പ്രചോദനവും. ശരിക്കും ഇതിലെ കഥാപാത്രങ്ങൾ ഒരു ജേർണിയാണ്. പ്രേക്ഷകരെ ആ ജേർണിയിലേക്ക് ഇപ്പൊ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇവർ ആരാണ്, ഏതാണ്, എന്താണ്, ഇങ്ങനെ പ്രേക്ഷകൻ തന്നെ ചോദിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രേക്ഷകനെ കൂടെ അങ്ങനെ ഒരു ചോദിപ്പിക്കാന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ് അല്ല. ശരിക്കും പറയാം, ഇവരുടെ കഥാപാത്രങ്ങൾ എന്താണെന്ന് പോലും ഒരു പോയിന്റ് ആകുമ്പോൾ നമുക്കൊന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ടഫായിരുന്നു ആ സ്ക്രിപ്റ്റിൽ? എപ്പോഴും കൺഫ്യൂഷൻ വന്നിരുന്നോ? സ്ക്രിപ്റ്റ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ കഥയിലും നമ്മൾ പ്രേക്ഷകരും കൂടെ ആ കഥ പറച്ചിലിന്റെ ഭാഗമാക്കണം. ഞാനൊരു 3 പറയും, ബാക്കി യു ഫില്ലിൻ. അപ്പം അങ്ങനത്തെ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടെങ്കിൽ സിനിമ ഭയങ്കര എൻഗേജിങ്ങും ആൾക്കാർക്ക് ആ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ആ ജേർണിയിൽ അവരുടെ പാട്ടായിട്ട് അപ്പം എല്ലാം സ്പൂൺ ഫീഡ്. അപ്പം ഞാൻ കുറച്ച് ഫില്ല് ചെയ്യും, ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യും. അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മളിൽ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫിലിമാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ബിഗ് സ്ക്രീനിൽ പ്രേക്ഷകരിൽ എത്തിക്കാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. അപ്പം എന്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്ത് ആളുകൾ വിചാരിച്ചത് ഇതൊരു സൈക്കോ പടമായിരിക്കും, ഒരു സൈക്കോ ക്യാരക്ടറൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു എന്താ എക്സ്പെക്ടേഷൻസ് ഇത് ചെയ്യുന്ന സമയത്ത്? മെയിൻ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രക്കും ടാലൻറ്റഡും എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ടീമല്ലേ, അപ്പോൾ അവരൊരു ലെവലിലാണെങ്കിൽ നമ്മളും അങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചു വരണം. അപ്പം ആ ഒരു ചെറിയൊരു പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻലി ഐ ജസ്റ്റ് വാണ്ടഡ് ടു എൻജോയ് ദ ജേർണി, ഷൂട്ടിൻ്റെ എക്സ്പീരിയൻസ്. അത് ശരിക്കും ആക്ച്വലി എൻജോയ് ചെയ്ത് ട്രൂലി ലിവിങ് ഇറ്റ് ത്രൂ ആൻഡ് ത്രൂ. ഈ കഥയിലെ കഥാപാത്രം എത്രത്തോളം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പം ബാലനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു ബാലൻ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ഒരാളാണല്ലോ. അതെ അതെ, കൂടുതൽ റിലേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവള് ഇത്തിരി എന്താ പറയാ ക്വസ്റ്റനബിൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഐ കാൻ ഫുള്ളി റിലേറ്റ് ടു ഹർ. പക്ഷേ റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവളുടെ ലോയൽറ്റി, അവളുടെ മകനോടുള്ള ലോയൽറ്റി ഈസ് ജസ്റ്റ് ലൈക്ക് കാൻറ്റ് ഈവൻ എക്സ്പ്ലെയിൻ ഇറ്റ്. അപ്പോൾ that's the same kind of loyalty that I believe in when it comes to people that we love. Yeah. ടോവിനോ ചേട്ടാ, നോർമലി ഈ